തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ മറ്റൊരു കാണ്ഡത്തിലേക്ക് നാം കടക്കുകയാണ്. തിരുനീറ് എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. തിരുനീറ് എന്ന് വെച്ചാൽ ഭസ്മം എന്നാണ് അർത്ഥം. ശിവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ശൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭസ്മം തൊടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭസ്മലേപനം. ശിവൻ തൻ്റെ ശരീരത്തിൽ ചുടല ഭസ്മമാണ് ധരിക്കുന്നത്. ചുടല ഭസ്മം പലതിൻ്റെയും പ്രതീകമാണ്. ഭസ്മം വിശുദ്ധമാണ്. ഈ ചാരം പലതിനെയും ഓർമ്മിപ്പിക്കുന്നു. ജഡശരീരത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനോനാശത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ നിറഞ്ഞ ഒരു പ്രതീകമാണ് ഭസ്മം. അതുകൊണ്ട് ഭസ്മം ശരീരത്തിൽ അണിയുക എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിക്കുക എന്നാണ് അർത്ഥം. മനസ്സിനെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിലെ സത്യാംശത്തെ ഉൾക്കൊള്ളുക എന്നതാണ് അംശം. മാത്രമല്ല, ഈ ജഡശരീരം എന്നുള്ളത് കേവലം തിരുനീറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശൈവവിശ്വാസി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒട്ടനവധി അർത്ഥതലങ്ങളുള്ള ഒരു പ്രതീകമാണ് ഭസ്മം. അപ്പോൾ ശൈവവിശ്വാസി തൻ്റെ ശരീരത്തിൽ ഭസ്മം അണിയുന്നതോടുകൂടി ശിവനായിത്തീരുകയാണ്. ശിവൻ്റെ ശരീരത്തിൽ എപ്പോഴും ചുടല ഭസ്മം അണിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് ഏറ്റവും വ്യക്തമായി കാണുന്ന തേവാരം കവികളിലാണ്. തേവാരം കവികളിൽ തിരുஞான സംബന്ധർ പാടുന്ന ഒരു പാട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കാം. ഇതാ നോക്കൂ, തിരുஞான സംബന്ധർ ഒരു പാടലിൽ പറയാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണിത്. മന്ത്രമത്രേ ഭസ്മം, വാനവർ ചാർത്തും ഭസ്മം, സുന്ദരമത്രേ ഭസ്മം, മതസാരം തൻ ഭസ്മം, ചെഞ്ചൊടിയും മതൻ പതിയാം ആലവായ് ഭഗവാന്റെ ഭസ്മം. ആലവായ് ഭഗവാൻ ചൂടുന്ന ഭസ്മം എന്താണ്? മന്ത്രമത്രേ ഭസ്മം. മന്ത്രമാണ് ഭസ്മം. അപ്പോൾ തിരുஞான സംബന്ധർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറയണം. ഈ ഭസ്മത്തിൻ്റെ ശക്തി അത് ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആയുർവേദം കണ്ടുപിടിച്ചിട്ടുണ്ട്. തങ്കഭസ്മം മുതലായ ഭസ്മങ്ങൾ ആയുർവേദ ചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ പല തരത്തിലുള്ള ഭസ്മങ്ങൾ ആയുർവേദത്തിൽ ഔഷധ ഭസ്മങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ മന്ത്രമാണ് ഭസ്മം. മന്ത്രസാധനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭസ്മം. പലപ്പോഴും മാന്ത്രികന്മാർ ഭസ്മം ഉപയോഗിച്ചാണ് പല അസുഖങ്ങളും മാറ്റിക്കൊടുക്കുന്നത്. ഭസ്മത്തിന് ഒട്ടനവധി ദിവ്യഗുണങ്ങൾ, മന്ത്രശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് തേവാരം കവികളിൽ പ്രധാനപ്പെട്ട അപ്പർ. ഈ അപ്പർ രോഗബാധിതനായി, ഉദരരോഗം ബാധിച്ച് കിടപ്പിലായി ഒരുപാട് ചികിത്സ നടത്തിയിട്ടും ഉദരരോഗം മാറിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരി, ശിവയോഗിനിയായ സഹോദരി തിലകവതി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഭസ്മം ശരീരമാകെ പൂശുകയും ഭസ്മം ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ഉദരരോഗം എന്നേക്കുമായി മാറി എന്ന് പെരിയ പുരാണത്തിൽ ഈ ചരിത്രം വിവരിക്കുന്നുണ്ട്.
അപ്പോൾ അപ്പരുടെ ജീവിതത്തിൽ ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഭസ്മം ഉപയോഗിച്ചതായിട്ട് കാണുന്നു. പിന്നെ മന്ത്രമത്രേ ഭസ്മം, ഇതാ തിരുஞான സംബന്ധർ പാടുകയാണ്. മന്ത്രമത്രേ ഭസ്മം, വാനവർ ചൂടും ഭസ്മം. ദേവന്മാർ എപ്പോഴും ഭസ്മം ചൂടുകയാണ് ചെയ്യുന്നത്. ദേവന്മാർ എപ്പോഴും ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി, ശിവൻ്റെ ദേവപ്രതീകമായി, ഈശ്വര പ്രതീകമായി ഭസ്മമാണ് ചൂടുന്നത്. സുന്ദരമത്രേ ഭസ്മം, സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് ഭസ്മം. പിന്നെ മതസാരം, ശൈവ ദർശനത്തിൻ്റെ സാരമാണ് ഭസ്മം. കണ്ടോ, തിരുஞான സംബന്ധർ പറയുകയാണ്, ശൈവ സമയത്തിൻ്റെ സാരമാണ് ഭസ്മം. ചെഞ്ചൊടിയുമതൻ പതിയാം ആലവായ് ദേവൻ്റെ ഭസ്മം. അതുകൊണ്ട് ശിവൻ എപ്പോഴും ശരീരത്തിൽ ചുടല ഭസ്മം ചൂടി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവൻ്റെ ശരീരത്തെ ലേപനം ചെയ്യുന്നത് ഈ ഭസ്മമത്രേ. അതുകൊണ്ട് തന്നെ ശിവഭക്തന്മാർ എപ്പോഴും ഭസ്മം അണിയുന്നു. ഭസ്മത്തിന് മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും അതേപോലെയുള്ള മറ്റനേകം സിദ്ധിവിശേഷങ്ങളുടെയും സവിശേഷതകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും വ്യക്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. മലയാളത്തിൽ തേവാരം കവികൾ ഭസ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് പാടുന്നുണ്ട്. അപ്പരും അതേപോലെ തന്നെ മറ്റു പലരും, മാണിക്യവാചകർ വരെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരുനീറിനെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയാളത്തിൽ ഒരു മഹാകവിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഭസ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാടുന്നുണ്ട്. ഇന്ദ്രിയ വൈരാഗ്യത്തിലാണ് ഇത് ശ്രീനാരായണ ഗുരുദേവൻ പാടുന്നത്. അപ്പോൾ ഭസ്മം എന്തിൻ്റെ പ്രതീകമാണെന്ന് ഇന്ദ്രിയ വൈരാഗ്യം എന്ന കവിത വ്യാഖ്യാനിച്ച പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നുണ്ട്. ഇതാ നോക്കൂ, ഇന്ദ്രിയ ജയം മനോജയം എന്നിവയാണ് സത്യാന്വേഷണത്തിലെ രണ്ട് മുഖ്യ ഘടകങ്ങൾ. ഒരു സാധകൻ ഇവ രണ്ടും ഒരേ ഘട്ടത്തിൽ ശീലിച്ച് വശത്താക്കേണ്ടതാണ്. ഇന്ദ്രിയ ജയമാണ് ദമം, മനോജയമാണ് ശമം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് 10 ഇന്ദ്രിയങ്ങളാണ് ജയിക്കപ്പെടേണ്ടത്. ഇവ അതാതിൻ്റെ വിഷയാനുഭവങ്ങൾക്ക് പ്രേരിപ്പിച്ച മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം ആത്മാനന്ദം തെളിയില്ല. ഒരു സാധകൻ സർവം ഈശ്വരാർപ്പണമാക്കി ഇന്ദ്രിയങ്ങളെ വശത്താക്കി വയ്ക്കേണ്ടത് തന്നെയാണ് എന്ന് ഈ ഭസ്മലേപനം കൊണ്ട് അർത്ഥമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭസ്മം ധരിക്കുക എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭസ്മം ചൂടുന്നത്. ഇതാ അതിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നൊരു ശ്ലോകമുണ്ട്. ഇതാ, തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിൻ മെയ് വെണ്ണീർ അണിഞ്ഞ് വിലസുന്നതിനെന്ത് ബന്ധം, മണ്ണിന് തൊട്ട് മതി അന്തമിരുന്നു മിന്നും കണ്ണിന് കഷ്ടമിത് നിൻ്റെ വിഭൂതി ശംഭോ എന്ന് പറയാണ്. അതിൻ്റെ അർത്ഥം ബാലകൃഷ്ണൻ നായർ സാർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വെള്ളവും ആഹാരവും കൃത്യമായി ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശരീരം ഒന്നുമില്ലാത്തവനെ പോലെ ഭസ്മം പൂശി നടക്കുന്നതിന് എന്താണ് കാരണം? കണ്ടോ, എന്താണ് കാരണം? ഭസ്മം പൂശി നടക്കുന്ന ഒന്നുമില്ലാത്തവൻ്റെ ദിഗംബരനായ എല്ലാം ഉപേക്ഷിച്ചവൻ്റെ ആഭരണമാണ് ഭസ്മം. ഇപ്പോൾ ശുദ്ധജഡം മുതൽ ബുദ്ധിതത്വം വരെ സർവ്വവ്യാപിയായി വിലസുന്ന ബ്രഹ്മതത്വം സാക്ഷാത്കരിച്ച് ദൃക്കായ ആ സത്യം താൻ തന്നെയാണെന്ന് അനുഭവിക്കുന്ന അയാളിന് പോലും ഈ മംഗളസ്വരൂപിയായ ഭഗവാന്റെ ഈ ഭസ്മലേപനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭസ്മലേപനം എന്നുള്ളത് വളരെ ദിവ്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ചിത്രീകരിക്കുന്നത്. അത് ഈ ശൈവ വിശ്വാസം പിന്തുടർന്നുകൊണ്ടാണ്.
ശൈവത്തെ പിന്തുടർന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇതെഴുതുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നുണ്ട്, ജഡദൃശ്യം മുഴുവൻ അതിനെ അറിഞ്ഞ് പ്രവർത്തിപ്പിക്കുന്ന ദൃക്കായ ചേതനൻ്റെ ഐശ്വര്യപ്രകടനം മാത്രമാണ്. സ്വയം ചേതനൻ തന്നിൽ ഉണ്ടാക്കി കഴിയുന്ന ഈ കാഴ്ച ഉണ്ടാക്കുന്നതുകൊണ്ടോ അഴിയുന്നതുകൊണ്ടോ ചേതന് ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല. ഈ സത്യം സാക്ഷാത്കരിച്ച മഹാത്മാക്കൾ അതുകൊണ്ട് ഈ ജഡദൃശ്യത്തെ ഭഗവാൻ അണിയുന്ന ഭസ്മമായി മാത്രമേ കണക്കാക്കാറുള്ളൂ. അപ്പോൾ ഭഗവാൻ അണിയുന്ന ഭസ്മം ഈ ജഡശരീരത്തിൻ്റെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അഴിയുന്നതോളം ചേതനന് ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല എന്ന സത്യം വ്യക്തമാക്കുന്നു ഈ ഭസ്മം. ഭിക്ഷുക്കൾ ഭസ്മം അണിയുന്നു, അത് മാഞ്ഞു പോകുന്നു, വീണ്ടും അണിയുന്നു. അതേപോലെ ഭഗവാൻ ശക്തിയായ മായയെ സ്പന്ദിപ്പിച്ച് ത്രിഗുണാത്മകമായ പ്രപഞ്ചവിഭൂതി അണിയുന്നു, അത് മാഞ്ഞു പോകുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ വിഭൂതിയാണെന്നും ഇവിടെ ഒരു പ്രതീകാർത്ഥമുണ്ട്. പ്രപഞ്ചത്തെ വിഭൂതിയായിട്ട് കരുതുന്നു, അത് ധരിക്കുന്നു, പിന്നെ മാഞ്ഞു പോകുന്നു. ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് വ്യാഖ്യാതാവ് പറയുന്നു. ഭഗവത് തത്വം സാക്ഷാത്കരിച്ചവർക്ക് ഇക്കാര്യം സ്പഷ്ടമായി തെളിഞ്ഞു കിട്ടും. ഇതറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പരിഭ്രമത്തിനും കാര്യമില്ല. ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിലെ 13-ാം പദ്യത്തിൽ ത്രിഗുണ സമയം തിരുനീറണിഞ്ഞ ഒരു ഈശൻ എന്ന് പരമാത്മാവിനെ ചിത്രീകരിക്കുന്നു. അപ്പോൾ പരമാത്മാവ് തന്നെ എന്താണ്? ത്രിഗുണ സമയം തിരുനീറണിഞ്ഞിരിക്കുന്നു. ആ ത്രിഗുണങ്ങൾ ഉള്ളപ്പോൾ, അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ട് ഭസ്മത്തെ അണിയുന്നു. സത്യസ്വരൂപവും പ്രപഞ്ചവുമായുള്ള ഈ ബന്ധം വെളിപ്പെടുത്താനുള്ള പ്രതീകം എന്ന നിലയിലാണ് ശിവൻ സദാ ഭസ്മം പൂശി നടക്കുന്നതായി ഇവിടെ വിവരിച്ചിരിക്കുന്നത് എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞുള്ളത്. ശരിക്കും ഇത് കൂടുതൽ വ്യക്തമായി കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാനിലാണ്. വിഭൂതിയെക്കുറിച്ച് ഏറ്റവും ശക്തമായി ഗുരുദേവനെ പോലെ പറഞ്ഞിട്ടുള്ള ഒരു കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ്റെ ഒരു കവിത തന്നെയുണ്ട് വിഭൂതിയെക്കുറിച്ചിട്ട്. അതിൻ്റെ പേര് തന്നെ വിഭൂതി എന്നാണ്. ശിവൻ ശരീരത്തിൽ അണിയുന്ന വിഭൂതിയുടെ ആന്തരികാർത്ഥം വ്യക്തമാക്കുന്ന 5 ശ്ലോകങ്ങളാണ് വിഭൂതിയിൽ കുമാരനാശാൻ വ്യക്തമാക്കുന്നത്. ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുമാരനാശാൻ വിഭൂതി എന്ന കവിതയിലും പ്രകടമാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഈ ഭസ്മത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ശിവസുരഭി എന്ന് പറഞ്ഞൊരു കവിത കുമാരനാശാൻ്റേതായിട്ടുണ്ട്. അതിൽ 25, 26, 27 തുടങ്ങിയ ശ്ലോകങ്ങളിൽ ഈ തിരുനീറിൻ്റെ ഭസ്മത്തിൻ്റെ ശക്തിയെ വിശേഷിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ കുമാരനാശാൻ ആദ്യകാലത്ത് എഴുതിയ സ്തോത്രങ്ങളാണ്. ശിവഭക്തനായി ശൈവസിദ്ധാന്തത്തെ പിന്തുടർന്നുകൊണ്ട് ശിവസായുജ്യത്തിനു വേണ്ടി നിരന്തരം തപമനുഷ്ഠിച്ച കുമാരനാശാൻ ആ കാലഘട്ടങ്ങളിൽ എഴുതിയ ചില സ്തോത്രങ്ങളിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഭക്തവിലാപം എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൽ 14-ാമത്തെ ശ്ലോകത്തിൽ വിഭൂതിയെക്കുറിച്ച്, ഭസ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ശിവധ്യാന വിംശതിയിലെ 2-ാം ശ്ലോകത്തിലും ഭസ്മത്തിൻ്റെ മഹാശക്തിയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ശിവശക്തി പഞ്ചകം എന്ന് പറഞ്ഞിട്ടൊരു കവിത കുമാരനാശാൻ്റെ ഇതായിട്ടുണ്ട്. അതിലെ 3-ാം ശ്ലോകത്തിലും ഈ ഭസ്മത്തെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഭസ്മത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനും അതേപോലെ കുമാരനാശാനുമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. അവർ ഭസ്മത്തിൻ്റെ, ശിവൻ അണിയുന്ന ഭസ്മത്തിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങൾ, അത് പ്രപഞ്ച സൃഷ്ടി വരെ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ വരെയുള്ള ഒരു വലിയ ലോകത്തിലേക്കാണ് ഈ ഭസ്മത്തിൻ്റെ അർത്ഥാന്തരങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇത് ശൈവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
ശൈവ കവികളെല്ലാം തന്നെ, പ്രത്യേകിച്ചും തേവാരം കവികൾ, ഭസ്മത്തെ ശിവനായി തന്നെയാണ് കരുതുന്നത്. അത്രയ്ക്ക് ദിവ്യമായ മന്ത്രവും തന്ത്രവുമാണ് ഈ ഭസ്മം. നമുക്ക് ഇനി ഭസ്മത്തിലേക്ക് കിടക്കാം. ഇതാ നോക്കൂ, കങ്കാളൻ പൂശിയിടുന്ന കവച ഭസ്മത്തെ എന്നും മങ്ങാതെ പൂശാൻ വെമ്പൽ കൊള്ളൂരെന്ന് വന്നാൽ തങ്ങിയിടുകയില്ല തന്നിൽ വിനകളെന്നുള്ളതൊന്നും ശൃംഗാരമേറും ശിവപാദങ്ങളെ കണ്ടിടാം. അപ്പോൾ ഭസ്മം അണിഞ്ഞാലുള്ള പ്രയോജനം എന്താ? അതെങ്ങനെ? കങ്കാളൻ പൂശിയിടുന്ന കവച ഭസ്മം. ശിവൻ തൻ്റെ ശരീരമാകെ പൂശിയിരിക്കുന്നത് ഈ കവച ഭസ്മമാണ്. അതായത് ശരീരം നിറയെ ശിവൻ ഭസ്മം പൂശിയിരിക്കുന്നു. എന്തിനു വേണ്ടി? പൂശാൻ വെമ്പൽ കൊള്ളുവോരെന്ന് വന്നാൽ തങ്ങിയിടുകില്ല തന്നിൽ വിനകളൊന്നും. എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തരായ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അല്ലയോ ഭക്ത, നീയും ഈ തിരുനീർ അണിയൂ. അങ്ങനെ തിരുനീർ അണിഞ്ഞാൽ എന്താണ് പ്രയോജനം? വിനകളൊന്നും നിന്നെ ബാധിക്കില്ല. കർമ്മത്തിൻ്റെ ഫലങ്ങളൊന്നും നിന്നെ ബാധിക്കില്ല. വിന ഇവിടെ കർമ്മമാണ്. കർമ്മത്തിൻ്റെ വിനകളൊന്നും നിന്നെ ബാധിക്കുകയില്ല. പിന്നെയോ ശിവപാദങ്ങളെ കണ്ടിടാം. ഭസ്മലേപനം കൊണ്ട് തന്നെ ശിവപാദത്തെ കണ്ടിടാം. ഇതാ ഇനി പറയുന്നു നോക്കൂ, ഭസ്മം ശിവാഗ്നി തന്നിൽ എത്തിയാൽ അരശുമാകും സമിത്തുകൾ എരിഞ്ഞ് രൂപം മാറിയുള്ളവയും അത്രേ. സമിത്തുകളെ എരിച്ചുകൊണ്ട്, അതായത് അത്തി അരയാൽ ഇതിനൊക്കെ എരിച്ചുകൊണ്ടാണ് ഭസ്മം ഉണ്ടാക്കുന്നത്. സാധാരണ ചാണകമാണ് ഇവിടങ്ങളിൽ എരിച്ച് ഭസ്മം ഉണ്ടാക്കുന്നത്. ഇവിടെ സമിത്തുക്കൾ എരിഞ്ഞാണ് ശരിക്കും ഭസ്മം ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഭസ്മം നമുക്ക് അറിയാം, ശിവരാത്രി ദിവസം നാം ഭസ്മം ഉണ്ടാക്കുന്നത് ചാണകം കത്തിച്ചിട്ടാണ്. അതിന് ദിവ്യമായ ഔഷധശക്തിയും മന്ത്രശക്തിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ശിവയോഗിയെ കാണണമെങ്കിൽ അയാളുടെ നെറ്റിത്തടത്തിലും ശരീരത്തിലുമെല്ലാം ഭസ്മലേപനമുണ്ടായിരിക്കും. ഭസ്മം എന്നുള്ളത് ദിവ്യമായ ഇന്ദ്രിയ നിഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ദാനിയ നോക്കൂ, ഭസ്മം ശിവാഗ്നി. ഭസ്മം എന്ന് പറയുന്നത് ശിവൻ്റെ അഗ്നിയാണ്. ഇവിടെ തിരുമൂലദേവൻ അതിന് പുതിയൊരു മാനം കൊടുക്കുകയാണ്. ശിവൻ്റെ അഗ്നിയാണ് ഭസ്മം. എല്ലാം നശിപ്പിക്കുന്ന, പ്രപഞ്ചത്തിലെ ലൗകിക സുഖഭോഗങ്ങളിലെ ആ ഭോഗാംശത്തെ മുഴുവൻ ചുട്ടരിക്കുന്ന, ആ മായയെ മുഴുവൻ ചുട്ടരിക്കുന്ന, അശുദ്ധമായയെ മുഴുവൻ ചുട്ടരിക്കുന്ന അഗ്നിയാണ് ഭസ്മം. ഭസ്മം ശിവാഗ്നി. ഇതാണ് ഏറ്റവും നല്ല നിർവചനം. ഭസ്മം എന്നുള്ളത് ശിവൻ്റെ കയ്യിലെ അഗ്നിയാണ്. സത്തമോത്തംസരായി ശിവവധം പ്രാപിച്ചോരു ഉത്തമ വംശത്തിങ്കൽ പിറന്നുള്ളവരെല്ലാവരും ഈ ഭസ്മം അണിയുന്നു എന്നാണ് തിരുമൂലദേവൻ ഭസ്മത്തിൽ പറയുന്നത്. അപ്പോൾ ഈ തിരുനീറിൽ തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്ന അർത്ഥാന്തരം എന്താണെന്ന് വെച്ചാൽ, ഭസ്മം എന്നുള്ളത് ശിവൻ്റെ അഗ്നിയാണ്. ഈ അഗ്നി എല്ലാ ദുഷ്ടതകളെയും നശിപ്പിക്കുന്നു, എല്ലാ തിന്മകളെയും നശിപ്പിക്കുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഭോഗങ്ങളെയും നശിപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്ന, ജീവിതത്തെ തന്നെ ആകമാനം ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഭസ്മം എന്നാണ് ഈ ശിവാഗ്നി എന്ന പദം കൊണ്ട് തിരുമൂലദേവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭസ്മം എന്നുള്ളത് ശിവൻ്റെ അഗ്നിയാണ്. അത് ധരിക്കുന്നതിലൂടെ നമ്മിൽ ശിവാഗ്നി ഉണ്ടാകുന്നു. ആ ശിവാഗ്നിയിൽ കർമ്മവിനകൾ അത്രയും ഒടുങ്ങുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭസ്മലേപനത്തിലൂടെ നമ്മുടെ കർമ്മവിനകൾ അത്രയും ഒടുങ്ങുന്നു, അതിൻ്റെ ഫലങ്ങളും ഒടുങ്ങിക്കിട്ടുന്നു. ഇന്ദ്രിയ നിഗ്രഹത്തിന് സാധ്യത കൂടുന്നു. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം തന്നെ നമ്മുടെ വരുതിക്ക് നിൽക്കും. അതിനെയൊക്കെ സംഹരിക്കാനുള്ള കഴിവ് ശിവ അഗ്നിയായ ഭസ്മത്തിന്
ഉണ്ട് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഭസ്മത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ ഇപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ പണ്ട് ആയുർവേദാചാര്യന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള ഔഷധ ഭസ്മങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഔഷധ ഭസ്മങ്ങൾ പല രോഗങ്ങളെയും, പല മാറാ രോഗങ്ങളെയും മാറ്റും എന്നാണ് ആയുർവേദാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അവർ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക ശൈവ ദർശനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന മഹാസത്യങ്ങളാണ്. ഇതൊക്കെ ഭാവിയിൽ കൂടുതൽ ഗവേഷണം നടത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ഭസ്മത്തിൻ്റെ ഔഷധ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും വെസ്റ്റേൺ മെഡിസിൻ ഒന്നും പറയുന്നില്ല. ഇതിലേക്കൊക്കെ പാശ്ചാത്യ ഗവേഷകന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ചാണകത്തിൻ്റെ ഔഷധ മൂല്യം, പിന്നെ ഈ സമുത്തുക്കൾ എരിക്കുമ്പോഴുണ്ടാകുന്ന അതിൽ നിന്ന് കിട്ടുന്ന ചാരം, എന്തിനാണ് ചുടല ഭസ്മത്തിൻ്റെ മഹത്വം വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇനി ഭാവിയിൽ ശാസ്ത്രീയമായി ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കപ്പെടേണ്ടതാണ്. അതിന് നമുക്ക് കാത്തിരിക്കാം. എല്ലാം ശിവാനുഗ്രഹം കൊണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.